7:54 നമുക്കൊരു ലോഡ് പോകാനുണ്ട്. അപ്പോൾ അഷ്ഫാഖ് ഇപ്പോൾ വണ്ടി എടുത്തിട്ട് വരും. വെയിറ്റിംഗ് ഫോർ ഹിം. ഇന്ന് പോകാനുള്ളത് കാസർഗോഡേക്കാണ്. പിന്നെ കുറച്ച് സാധനം കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാനുണ്ട്. അപ്പോൾ എടുത്തിട്ട് വരാം. അതൊക്കെ നമ്മളെ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. അങ്ങ് ദൂരെയാണ്. അതാ മോനെ. അപ്പോൾ നമ്മളിന്ന് ഈ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി കമ്പനിയിലെത്തിയിട്ട് കാണാം. കമ്പനിയിലെത്തി ഇനി ഇവിടുന്ന് സാധനം കയറ്റണം. ഇതിൻ്റെ ഉള്ളിലാണുള്ളത് ഒരു ബെഡ്റൂം. ഇവിടെ എവിടെയോ വേണം സാധനം. നോക്കട്ടെ. ഇതൊക്കെ ബോർഡിൻ്റെ സ്റ്റോക്കാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും പണിയെടുക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മളൊരു 8 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പോകാനുള്ള ബെഡ്റൂമിൻ്റെ വാർഡ്രോബ്, പിന്നെ ഡ്രസ്സിങ് ഇതും, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അല്ല വേറെ നല്ലോണം പാക്കായി കഴിഞ്ഞൊരു കുറവും വരുത്തണം. ഐ വിൽ ഗിവ് യു എ ഫാക്ടറി ടൂർ. ഇതാണ് നമ്മുടെ മെഷീൻ. BSAൻ്റെ ജർമ്മനാണ്. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് സോഫ്റ്റ്വെയർ. നല്ലൊരു വാർഡ്രോബ് ഉണ്ട്. ഒലീവ് ഗ്രീനിൽ ചെയ്തിട്ടുള്ളൊരു വാർഡ്രോബ്. 4 ഡോറാണ്. അതിൻ്റെ ബാക്കി 2 ബാക്ക് സൈഡിലുണ്ട്. ഡബിൾ തിക്നെസ് ചെയ്തിലൊക്കെ ഇടലാൻ സാധനം. പിന്നെ നോർമൽ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. വർക്ക് നടക്കുന്നത് കുറേ ഉണ്ട്. അനിയനാ ഏട്ടനല്ലേ? ഇവനാണിത്. ഇവനാണിത്. പാൻറ് കൊള്ളാലോ, ഡബിൾ കളർ. നാട്ടിൽ വരില്ലാത്തതാണ്. ഷോപ്പിൻ്റെ 4 ഡോറിൻ്റെ 2 ഡോറ് കയറ്റി. ബാക്കി 2 ഡോർ അതവിടെ പാക്കാക്കിയിട്ടുണ്ട്. ഡ്രസ്സിങ്ങും സൈഡ് ബോക്സും എടുക്കുന്നുണ്ട്. ഫോമെല്ലാം വെച്ച് കിട്ടിലായി പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഓ ശക്തിമാൻ ആലംബായി. ഇവൻ്റെ പേരുന്ന് അവൻ്റെ പേരുന്ന് അഷ്ഫാഖ് മൂർഗോൽ. മൂർഗ് കോഴി. ഓ ഇവിടെ ഭംഗിയുണ്ടല്ലേ. ഫാക്ടറിൻ്റെ ബാക്ക് ഭാഗമാണ്. ഇത് പാർക്ക് പോയാലുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫാക്ടറിയിലേക്ക് പോവാം. പിന്നെ അവിടെ നിന്നാണ് ബാക്കിയുള്ള സാധനങ്ങളുള്ളത്. അടുത്ത ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് തന്നെ വണ്ടി കയറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയ ഉപകാരം. ഉള്ളിൽ കയറ്റി ഇവിടെ വെക്കാം. അടിപൊളി. ഇതാണ് നമ്മളെ സാധനങ്ങളിലായിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ നമുക്കിപ്പോൾ പോകാനുള്ളതാണ്. ബാക്കിയുള്ളതായോ ഒന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ മിറർ ഒട്ടിക്കാനുണ്ട്. ഇതാണ് ഇനി അടുത്ത ടാസ്ക്. നമ്മളെ വണ്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അഷ്ഫാഖ് വണ്ടി ബാക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നും കൂടെ സാധനം കയറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിടാം. കാരണം നല്ല ദൂരം പോകാനുണ്ട്. 60 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ലോഡാക്കി പരിപാടി നോക്കാം. തുടക്കുമ്പോഴേക്കാണ് നല്ല വൃത്തിയായി ഐറ്റംസ് എല്ലാം. ഇവിടെ അതിൻ്റെ സ്റ്റിക്കറൊന്നും കളയാണ്ട് വെച്ചിട്ടാണെന്നൊരു വൃത്തിയില്ലാണ്ടെന്ന്. ഇപ്പോൾ എല്ലാം അടിപൊളിയായി. ഇതിലേക്കുള്ള 3 ഡ്രസ്സിങ് ടേബിള്, അതിൻ്റെ മിററും കൂടെ ഒട്ടിക്കണം. അതേസമയം ഇവിടെ പാക്കിങ്ങിനുള്ള പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്. പെട്ടെന്ന് പണിയിരുന്നാൽ പെട്ടെന്ന് പോവാം. तुम्हारा नाम? सलमान भाई. പറഞ്ഞോ ഇല്ല. ആ അത് ചെയ്യണം.
ഞാൻ റെഡിയായി, ഞാൻ കയ്യിൽ റെഡിയായി. അല്ല അങ്ങനല്ല, പിന്നെ ഇങ്ങനെ രണ്ടാളൊരു തല്ലാക്കി നല്ല വ്യൂസ് കിട്ടും. കൈയിട്ടൊറ്റ വലി 3 ഡോർ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് പോകാനുള്ളതല്ല, ബട്ട് ലുക്സ് ഗുഡ്. ഈ ഒരു 4 ഡോറും കൊള്ളാം. ഇത് നമുക്ക് പോകാനുള്ള കട്ടിലെ ഹെഡ് ബോർഡാണ്. അതിൻ്റെ ഹോളെടുത്തോണ്ടിരിക്കണം. ലാസ്റ്റ് പണിയാണ് ഒരു കട്ടില്ല. ബോർഡൊക്കെ സെറ്റായി, ഇതും കൂടെ ഉള്ളു. ലാസ്റ്റ് സെറ്റാണ് കയറ്റുന്നത്. ഞാൻ പോട്ടെ എന്നാല്, ഞാൻ പോട്ടാ. ആയല്ലേ, അത് പ്രശ്നമില്ല. ബില്ല് ഞാൻ വിളിച്ചോളെ. വണ്ടിയുടെ എത്തിയിട്ടുണ്ട്. സാധനങ്ങളിൽ ഇറക്കാനുള്ള പരിപാടിയാണ്. ഇതിലൊരു 3 സെറ്റ് ഇവിടെ ഇറക്കാനും ബാക്കി കൊടുക്കാനുള്ളതാണ്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് അവിടെയും 1 ഇവിടെയും പിന്നെ 1 ഇവിടെ ആയിട്ട്. അപ്പോൾ കാണുമ്പോൾ നല്ല വൃത്തിക്ക് 3 ഒരുമിച്ച് ഒറ്റ ഷോട്ടിൽ എടുക്കാൻ വേണ്ടിയാണ്. ഉള്ള സാധനം ഇവിടെ ഇറക്കിക്കൊണ്ടുണ്ട്. ഉള്ള സ്റ്റോക്ക് ഇതിൽ 2 സെറ്റോളം ഇപ്പം ഓൾറെഡി സെയിലായി. അത് കൊടുക്കാനുണ്ട്. അടുത്ത വീക്ക് വണ്ടി പോകുമ്പോൾ കൊടുക്കണം. സാധനം കുറേ ഓൾമോസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. നല്ല തണുപ്പില്ല സ്വാക്ക. അതിൻ്റെ മുകളിൽ വേവുന്നുണ്ടാവില്ല. ബോൾട്ട് എടുക്കാൻ പറഞ്ഞോ ഈ മണ്ടമ്മ. ബോൾട്ട് എടുക്കല്ലേ, ഇതിപ്പോൾ ഇവിടെ ചാരി വെക്കണം തൽക്കാലം. ഇത് യൂട്യൂബല്ല, ഇൻസ്റ്റ അല്ല. ഇതിലാരും കാണൂല, 10 ആൾ കാണും. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അനക്ക് തന്നെ കാണാലോ. അതിനും അതിനും വേണ്ടി തന്നെ. മനസ്സിലായോ? ഇല്ല, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി 3 ഒരുമിച്ച്. മറ്റേ ഇത് വെക്കുന്ന പോലെ അപ്പുറത്തെ ഭാഗത്ത് അൾമറ. അല്ല ഒന്നുമില്ല, ഇത് കുറച്ച് മുമ്പോട്ട് വെച്ചിട്ട് അൾമറ അവിടെ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഹെഡ് ചാരി വെച്ചാൽ മതി. ഇത് ജസ്റ്റ് സെറ്റാക്കിയാൽ മതിയോ? അൾമറക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമല്ലോ. വീഡിയോ എടുത്തതിൻ്റെ മാറ്റാം. അൾമറ അത്ര ഉണ്ടാവില്ല, പ്രശ്നമില്ല. മറ്റേ ഒരേ മോഡലിനല്ല, കാത്തതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ. ഓ കാറ്റടിക്കുന്നതിന് ബില്ലെല്ലാം ഉണ്ട്. ഓക്കെ. Armchair collection. Oh man, looks really good. പൊടിയുണ്ടല്ലോ കുറച്ച്. ഇതാണ് അൾമറിൻ്റെ ഹെഡ് ഗൈസ്. ആരും കണ്ടിട്ടുണ്ടാവില്ല. എല്ലാം ബ്യൂട്ടിഫുൾ സ്കൈ. എൻ്റെ ഐഡിയ പറയാം. തുണി വേറൊരു സാധനമുണ്ട്, ഒരു ചാർക്കോളിന് പറ്റിയില്ല, നോക്കുന്നുണ്ട്. ചെയ്താൽ ചുമര് പോലെ തന്നെ ഉണ്ടാവും. ഇത് നല്ല രസമുണ്ടല്ലേ, കിട്ടില്ല സാധനം. ഇതാണ് നമ്മൾ ഇങ്ങനെ ഒരു സൂത്രപ്പണിയാണ് ചെയ്തത്.
ഏത് വൈറ്റാ ഗ്രേയാ വൈറ്റ് അല്ലേ? വൈറ്റ് കൊള്ളാം. ഇതും കൊള്ളാം, ഗ്രേയും കൊള്ളാം. ഇന്ന് കൊടുക്കാനുള്ളതാണ്, കാനങ്ങാട് ആർട്ടിക്കിലേക്ക് പോകാനുള്ളതാണ് ഈ സെറ്റ്. ഫസ്റ്റ് പീസും കൂടെ ഇട്ട് ഫുൾ സെറ്റായി. ചൂടങ്ങനെ ഉണ്ടോ നോക്കട്ടെ. വലിയ ചൂടൊന്നുമില്ലല്ലോ എടാ, വലിയ ചൂടൊന്നുമില്ലല്ലോ. കുറേ സമയം നിൽക്കുമ്പോൾ ആണല്ലേ. എന്നാ ഇവൻ പോയിക്കോട്ടില്ല. കേൾക്കുന്നില്ല. ആ അങ്ങനത്തെ ഇതെല്ലാം എല്ലാവരും കാണുക. പില്ലോവും കൊടുക്കാനുണ്ട്. ഈ സൈസിലുള്ള എണ്ണം, പിന്നെ ഈ റെക്രോണ്ടത് 10 എണ്ണം. അതും കൂടെ പെട്ടെന്ന് കയറ്റിയിട്ട് വണ്ടി വേഗം പെട്ടെന്ന് വിടും. ഇതാ ഫുള്ളിവിടെ ലോഡായി. ഒടുക്കത്തെ ചൂട് പുറത്ത്. വണ്ടി ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട്. രാത്രി 8 മണിയാകുമ്പോഴാണ് തിരിച്ചെത്തിയത്. ഫുള്ള് ലോഡായിട്ടാണ് വന്നത്. നമ്മളാണ് ഫാക്ടറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫുൾ ചെയർസും ഡൈനിങ്ങിൻ്റെ ഐറ്റംസൊക്കെയാണ് വണ്ടിയിലുള്ളത്. അതൊക്കെ ഇനി നാളെ വന്നിട്ട് സെറ്റാക്കണം. നാളെ ഞായറാഴ്ചയാണ്.